ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന എംപിമാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശശി തരൂർ ഉൾപ്പെടെയുള്ളവരാണ് ഈ സംഘത്തെ നയിക്കുക. നമ്മുടെ വിദേശ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധവും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചതിന്റെ സാഹചര്യമൊക്കെ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക. നേരത്തെ തന്നെ നയതന്ത്ര തലത്തിൽ നിരവധി നടപടികൾ നമ്മൾ സ്വീകരിച്ചതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എംപിമാരുടെ സംഘം കൂടി വരുന്നത്. അതെ, അതിൽ പ്രതിപക്ഷ എംപിമാർ നിർണായകമായ സ്ഥാനത്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ഒന്ന് കോൺഗ്രസിന്റെ ശശി തരൂരാണ്. അതുപോലെ തന്നെ JDU-വിൽ നിന്ന് സഞ്ജയ് കുമാർ ഝാ NDA അംഗമാണ്. രവിശങ്കർ പ്രസാദ് BJP-യിൽ നിന്ന്, അതുപോലെ തന്നെ ബൈജയന്ത് പാണ്ഡ BJP-യിൽ നിന്ന്, DMK-യുടെ കനിമൊഴി കരുണാനിധി, NCP-യുടെ സുപ്രിയ സുലെ, ശരത് പവാറിന്റെ മകൾ തരൂരിന്റെ പേരുൾപ്പെടെ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതല്ല, പ്രതിപക്ഷ നേതാവ് നൽകിയതല്ല എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. P. ബസന്ത് നമുക്കിപ്പം ഉണ്ട്. 4 പേരുകളാണ് ബസന്ത് ഈ പ്രതിപക്ഷ നിരയിൽ നിന്ന് നൽകിയത് എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കേന്ദ്ര സർക്കാർ തന്നെ പ്രതിപക്ഷ നിരയിലെ എംപിമാർ ആരൊക്കെ പോകണം, ആരൊക്കെ ഈ സംഘത്തിൽ വേണം എന്നത് നിശ്ചയിക്കുകയായിരുന്നു, തീരുമാനമെടുക്കുകയായിരുന്നു. കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണ്? നിർദ്ദേശ പേരുകൾ ഏതെല്ലാമായിരുന്നു? രതീഷ്, ഇതിൽ ശശി തരൂരിനെ ഇതിൽ 7 സംഘങ്ങളിൽ ഒരു സംഘത്തിൻ്റെ തലവനായി നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇന്ന് 9:22 സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് 7 സംഘങ്ങളാണ് വിദേശത്ത് പോകുന്നത്. പക്ഷേ അതിൽ ഒരു സംഘത്തിൻ്റെ തലവൻ ശശി തരൂരായിരിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അല്പസമയം മുമ്പ് പാർട്ടി വക്താവ്, അതായത് ജയ്റാം രമേശ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു വിവരപ്രകാരമാണെങ്കിൽ അവർ നൽകിയിരിക്കുന്ന പേരുകളിൽ ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജയ്റാം രമേശ് നൽകുന്ന സൂചന. അതായത് 4 പേരുകളാണ് ശശി തരൂരിന് കോൺഗ്രസിൽ നിന്ന് നൽകിയത്. ആ 4 പേരുകളിൽ ശശി തരൂർ ഇല്ല എന്ന് ഔദ്യോഗികമായിട്ട് ജയ്റാം രമേശ് വ്യക്തമാക്കുന്നു. ആനന്ദ് ശർമ്മ, മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, ഗൗരവ് ഗൊഗോയ്, അതായത് കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ ഡെപ്യൂട്ടി ലീഡർ, ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ MP ആണ്. ലോക്സഭയിൽ നിന്നുള്ള MP ആയ രാജാ ബ്രാർ. അതായത് 4 പേരുകളാണ് കോൺഗ്രസ് നൽകിയത്. അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് നൽകിയ കത്തിൽ പറയുന്ന 4 പേരുകൾ ഇവയാണ്. ശശി തരൂരിൻ്റെ പേര് അതിൽ ഉണ്ടായിരുന്നില്ല എന്ന് പരോക്ഷമായി പാർട്ടി ഇപ്പോൾ അറിയിക്കുകയാണ്. അതായത് ഇത് ഞാൻ ആ പോസ്റ്റ് വായിക്കാം. പ്രധാനമായും ഇന്നലെ രാവിലെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നു. കോൺഗ്രസിനോട് 4 പേരുകൾ നൽകാൻ പറയുന്നു. 4 MPമാരുടെ പേരുകൾ നൽകാൻ പറയുന്നു. അതായത് ഈ വിദേശത്തേക്ക് അയക്കാനുള്ള ഡെലിഗേഷൻ്റെ ഭാഗമാകാൻ വേണ്ടി 4 പേരുകൾ, പാകിസ്ഥാൻ്റെ ഭീകരപ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള ഈ സംഘത്തിൻ്റെ ആ 4 പേരുകൾ നൽകാൻ ആവശ്യപ്പെടുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ബൈ noon yesterday, Leader of the opposition in the Lok Sabha wrote to the Minister of Parliamentary Affairs giving the following names on behalf of INC: Shri Anand Sharma, Gaurav Gogoi, Dr. Syed Nasir Hussain, രാജാ ബ്രാർ. ഈ 4 പേരുകളാണ് ഞങ്ങൾ നൽകിയത് എന്ന് മാത്രമാണ് ഇപ്പോൾ ജയ്റാം രമേശ് അറിയിക്കുന്നത്. അതായത് പരോക്ഷമായി പറയുന്നത് ശശി തരൂരിൻ്റെ പേര് ഞങ്ങളുമായി ആലോചിക്കാതെ അതായത് സർക്കാർ എടുത്തതാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പരോക്ഷമായി ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നലെ തന്നെ ഇക്കാര്യത്തിലൊരു ആശങ്ക അവർ അറിയിച്ചിരുന്നു. അതായത് ഞങ്ങളുമായി ആലോചിക്കാതെയാണ് ശശി തരൂരിൻ്റെ പേര് വന്നത് എന്നുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ശശി തരൂരിൻ്റെ പേര് ഞങ്ങൾ കൊടുത്ത പട്ടികയിൽ ഇല്ല എന്നുള്ളതാണ്. അതേസമയം ഇന്ന് 9:22 സർക്കാർ ഒരു പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി പറയുന്നത് 7 പേരടങ്ങുന്ന ഒരു സംഘമായിരിക്കും ഇതിലുണ്ടാവുക എന്നുള്ളതാണ്. ആ 7 പേര് ശശി തരൂർ ഒരു സംഘത്തെ നയിക്കും. അത് US-ലും UK-ലേക്കുമുള്ള ഡെലിഗേഷനായിരിക്കും. മറ്റൊന്ന് രവിശങ്കർ പ്രസാദ് ഒരു സംഘത്തെ നയിക്കുന്നു. ബൈജയന്ത് പാണ്ഡെ BJP-യുടെ നേതാവ് നയിക്കുന്നു. പിന്നൊന്ന് കനിമൊഴി DMK-യുടെ നേതാവ്. അതോടൊപ്പം തന്നെ ശ്രീകാന്ത് ഷിൻഡെ, ശിവസേനയുടെ ഷിൻഡെ വിഭാഗം നേതാവ് തുടങ്ങിയവരൊക്കെയാണ് ഈ സംഘത്തിലുള്ളത് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. അതായത് 7 സംഘങ്ങളുണ്ടാവും. 10 ദിവസത്തെ യാത്ര. മെയ് 22-നോ 23-നോ ഇന്ത്യയിൽ നിന്നും യാത്ര തിരിക്കും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. ഓൾ പാർട്ടി ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ദേശീയ സമവായത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ജനതാദൾ യു നേതാവ് സഞ്ജയ് ഝാ ഉണ്ട്, സുപ്രിയ സുലെ ഉണ്ട്. ഇവരെല്ലാവരും ഈ സംഘത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ അകത്തെ ഒരു ഭിന്നത ഇപ്പോൾ ഈ വിഷയത്തിൽ പുറത്തു വരുന്നു. ശശി തരൂരിന് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് ഒരു സർക്കാർ
സർക്കാർ സ്പോക്സ് പേഴ്സണെ പോലെ സംസാരിച്ചിരുന്ന ആളാണ് എന്ന് മാത്രമല്ല കോൺഗ്രസിൽ അക്കാര്യത്തിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ശശി തരൂരിനെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി, വേറെ ഈ പട്ടികയിൽ 7 പേരുടെ പട്ടികയിൽ വേറെ കോൺഗ്രസ്സുകാരില്ല നയിക്കുന്ന നായക സ്ഥാനത്ത്. ഒരു പക്ഷേ ഈ ബാക്കി 4 MP ഡെലിഗേഷനിൽ സ്ഥാനം പിടിച്ചേക്കാം. നായക സ്ഥാനത്ത് ഈ 7 സംഘങ്ങളിൽ ഒന്ന് ശശി തരൂരാണ്. ബാക്കി ഇന്ത്യ മുന്നണിയിലെ തന്നെ ഘടകകക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കനിമൊഴിയും സുപ്രിയ സുലെയും 2 സംഘങ്ങളെ നയിക്കുന്നവരായി ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാനായിരിക്കുമോ ഇത് വഴിവെക്കുക? തീർച്ചയായും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിനോടോ മല്ലികാർജ്ജുന ഖാർഗെയോടോ കിരൺ റിജിജുവിന് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ശശി തരൂരിനെ ഞങ്ങൾ നേരിട്ട് നായക സ്ഥാനം നൽകുന്നു, ബാക്കിയുള്ള 4 പേരുകൾ നിങ്ങൾ നൽകുക എന്ന് പറയുകയാണെങ്കിൽ, കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ 4 പേരും അങ്ങ് എടുത്തോ എന്ന് പറയുന്നതല്ലാതെ രാഹുൽ ഗാന്ധി 4 പേരുകൾ നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ കോൺഗ്രസിനോട് നൽകിയിരിക്കുന്ന വിവരം ഡെലിഗേഷന്റെ ഭാഗമാകാൻ 4 MP തരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു MP തീരുമാനിക്കുമ്പോൾ, നായക സ്ഥാനത്തേക്ക് തീരുമാനിക്കുമ്പോൾ അത് വ്യക്തമാക്കേണ്ടതാണ്. ശശി തരൂർ ഒരു നായക ഡെലിഗേഷന്റെ തലവനായിരിക്കും എന്നുള്ളത്. ബാക്കി 4 പേരുകൾ നിങ്ങൾ തരിക എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ അഭിപ്രായം അക്കാര്യത്തിൽ തേടേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഒരുപക്ഷെ ശശി തരൂരിനെ പൂർണ്ണമായും പരസ്യമായും തള്ളി പറയുന്നില്ല. ഞങ്ങൾ പരോക്ഷമായി പറയുന്നു ആ പേര് ഞങ്ങൾ നൽകിയതല്ല എന്നുള്ളതാണ്. 4 പേരുകൾ ഞങ്ങൾ ഡെലിഗേഷൻ്റെ ഭാഗമായി നൽകി. ആ 4 പേരുകൾ ഇതാണ്. അതായത് ശശി തരൂരില്ലാത്ത മുൻ കേന്ദ്രമന്ത്രിയാണ് ആനന്ദ് ശർമ്മ, വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്, വിദേശകാര്യമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആനന്ദ് ശർമ്മയുടെ നൽകുന്നു, പാർട്ടിയുടെ ഉപനേതാവ് ഗൗരവ് ഗൊഗോയി നൽകുന്നു, സയ്യിദ് നാസിർ ഹുസൈൻ നൽകുന്നു, പിന്നെ രാജാ ബ്രാറും നൽകുന്നു. ഇപ്പോൾ ഈ ഡെലിഗേഷൻ്റെ ഭാഗമാകേണ്ടവർ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത കൂടി എല്ലാ പാർട്ടിയിൽ നിന്നും വേണം. അതായത് വിദേശ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്താൻ കഴിവുള്ള, ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ നൽകിയത്. പക്ഷേ അവിടെ ശശി തരൂരിൻ്റെ പേര് ഇപ്പോൾ കോൺഗ്രസ് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വക്താവ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിൽ, അല്ലെങ്കിൽ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ പറയുന്നത് ശശി തരൂരിൻ്റെ പേരില്ലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അവരെ അറിയിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ്. കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്നൊരു ഫോറിൻ രാജ്യത്ത് ഡെലിഗേഷനായി പോവാൻ പറ്റിയ ഏറ്റവും നല്ല ആൾ, ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ ആണ് ശശി തരൂർ. എന്തുകൊണ്ട് തരൂരിന്റെ പേര് കോൺഗ്രസിന്റെ പട്ടികയിൽ ഇല്ല എന്നത് വളരെ വലിയ ചോദ്യമാണ്. കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾക്ക് അപ്പുറത്തേക്ക് തരൂരിന്റെ പേരിലേക്ക് കേന്ദ്രം എത്തുമ്പോൾ നടക്കുന്ന പൊളിറ്റിക്സ് എന്താണ് എന്നതാണ് ഇപ്പോൾ